ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള അടിപൊളി സ്വീറ്റുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ലഡു ആണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി ഉണക്കി എടുത്തതാണിത്. നമ്മൾ കഴുകി ഉണക്കിയതിന് ശേഷം ഉപയോഗിക്കാവൂ. ഏലക്കായി പഞ്ചസാരയും പൊടിച്ച് നമുക്ക് 1 ടീസ്പൂൺ എടുക്കാം. പിന്നെ നെയ്യും കിസ്മിസും. പിന്നെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചത് ആവശ്യത്തിന് എടുക്കാം. എന്നിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് കിസ്മിസ് ഒന്നിട്ട് വറുത്ത് കോരാം. അപ്പോൾ നമുക്ക് ആ പാനിലേക്ക് തന്നെ ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി നന്നായിരിക്കും. അപ്പോൾ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ആ പാനിൽ തന്നെ പാലൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടതൊന്ന് കറക്കിയെടുക്കാം. നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഒന്ന് കളർ ഉണ്ടാവുമ്പോഴേ ലഡുവിനൊരു ഭംഗി ഉണ്ടാവൂ. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഗോതമ്പ് ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. നമുക്ക് പാലിലേക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കൈ എടുക്കാതെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണേ. നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മിക്സ് ഒന്ന് ലൂസായി വരും. ഇനി നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് തണുക്കാൻ വെക്കാം. ചെറിയ ചൂടിൽ തന്നെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അല്പം നെയ്യ് കൈമാക്കിയതിന് ശേഷമാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. എനിക്ക് ചെറിയ ചൂടോടെ കഴിച്ചപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ ഇത് നല്ലപോലെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് എല്ലാ ലഡുവും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം അത് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.